Hello everyone, welcome to another lecture of Study Mechanical with Passion. എല്ലാവരും സ്റ്റഡി മെക്കാനിക്കൽ വിത്ത് പാഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഗെറ്റിംഗ് നോട്ടിഫിക്കേഷൻ. In the previous lecture, we are discussed about the problems based on the topic static force analysis. In this lecture, we are going to discuss about method of superposition. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിലെ പ്രോബ്ലത്തിലെല്ലാം എല്ലാ പ്രോബ്ലത്തിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇഫ് മോർ ദാൻ വൺ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ ടോർക്ക് ആക്ടിങ് ഓൺ ദി സിസ്റ്റം, ദെൻ വി ആർ യൂസിങ് മെത്തേഡ് ഓഫ് സൂപ്പർപൊസിഷൻ. ഒന്നിൽ കൂടുതൽ ഫോഴ്സസോ അല്ലെങ്കിൽ ടോർക്കോ ഒരു സിസ്റ്റത്തിൽ ഒരു മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെയുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് മെത്തേഡ് ഓഫ് സൂപ്പർപൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്നത് അറ്റ് എ ടൈം ഒരു ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇഫ് മോർ ദാൻ വൺ ഫോഴ്സസ് ആർ ആക്ടിങ്, then at a time we are considering only one force and neglect all other force. Then we are following the same procedure to find out the torque for the static equilibrium of the mechanism. ഒരു സമയത്ത് നമ്മൾ ഒരു ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ പോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഏത് ലിങ്കിലുള്ള എക്സ്റ്റേണൽ ഏത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദി മെക്കാനിസം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുന്നു. ദെൻ അവസാനം അങ്ങനെ എത്ര ഫോഴ്സ് ഉണ്ടോ അതെല്ലാം ഒറ്റയ്ക്ക് കൺസിഡർ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് കിട്ടുന്ന എല്ലാ ആൻസറും കൂടെ നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ്. ദാറ്റ് ഈസ് in a linear system, if number of loads acting on a system of forces, the net effect is equal to the superposition of the effect of the individual loads taken one at a time. Okay, then a linear system ennu parnu kayal is a one in which the output force is directly proportional to the input force. That is in a mechanism where column or dry friction is neglected. Okay, for example, ഒരു മെക്കാനിസത്തിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലായിട്ട് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, F1 ആൻഡ് F2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ F1ഉം F2ഉം ആക്ട് ചെയ്യുന്ന സമയത്ത് AB എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം F1 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക, F2 നെഗ്ലക്റ്റ് ചെയ്യുക, F2 നമ്മൾ ഒഴിവാക്കുക, F1 മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ AB എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദെൻ ഇതേ പ്രൊസീജിയർ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു ഫോർ ദി ഫോഴ്സ് F2. ദാറ്റ് ഈസ് F2 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക, അടുത്ത കേസിൽ F1 നെഗ്ലക്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് AB എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ഇൻപുട്ട് ടോർക്ക് T2 വാട്ടെവർ മേ ബി അത് നമ്മൾ കണ്ടുപിടിക്കുന്നു, T ടോർക്ക് കണ്ടുപിടിക്കുന്നു ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അങ്ങനെ രണ്ട് കേസിൽ F1 മാത്രം കൺസിഡർ ചെയ്ത് നമുക്കൊരു ആൻസർ ടോർക്ക് കിട്ടും, F2 മാത്രം കൺസിഡർ ചെയ്ത് നമുക്ക് ആൻസർ ടോർക്ക് കിട്ടും. ദെൻ ദ ഫൈനൽ ആൻസർ ഈസ് സൂപ്പർ പൊസിഷൻ ഓഫ് ദാറ്റ് ടു ആൻസേഴ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് അതൊരു വെക്ടർ സം എടുക്കുക, അത് നമ്മൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ എഴുതുക. അത് എങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സൂപ്പർ പൊസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലം നമ്മൾ ഈ ഒരു ലെക്ചറിൽ സോൾവ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നാമത്തെ പ്രോബ്ലം ഇതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ലെക്ചറിൽ എങ്ങനെ ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം, എങ്ങനെ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ടും കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. കാരണം അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഈ പ്രോബ്ലം, ഇതിലെ രണ്ട് പ്രോബ്ലം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ്. നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നുണ്ട്, വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെയും കറക്റ്റ് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കറക്റ്റ് പ്രൊസീജിയർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അത് മുമ്പത്തെ ലെക്ചർ നന്നായിട്ട് കണ്ടൊരു കുട്ടിയാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടതിന് ശേഷം അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്കൊരു 4 ബാർ മെക്കാനിസമാണ് തന്നിട്ടുള്ളത്.
നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, പകരം എക്സ്റ്റേണൽ ടോർക്ക് T3 ആൻഡ് T4 ഹാവ് മാഗ്നിറ്റ്യൂഡ്സ് 30 ന്യൂട്ടൺ മീറ്റർ ആൻഡ് 20 ന്യൂട്ടൺ മീറ്റർ റെസ്പെക്റ്റീവ്ലി. അതിൻ്റെ ഡയറക്ഷനും കറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ മെക്കാനിസത്തിലെ എല്ലാ ലിങ്കിൻ്റെയും ഡയമെൻഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദി മെക്കാനിസം ഡിറ്റർമൈൻ ദ റിക്വയർഡ് ഇൻപുട്ട് ടോർക്ക് T2. സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന T2 എന്ന് പറയുന്ന ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അവിടെ ഡയറക്ഷനിൽ T2 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രാക്കറ്റിൽ അൺനോൺ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് T2 ആണ് കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപേ ഒരിക്കലും T2 എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ആണെന്ന് ഉറപ്പിക്കാൻ പാടില്ല. കാരണം അത് അൺനോൺ ആണ്, നമുക്കത് കണ്ടുപിടിക്കേണ്ടതാണ്. ദാറ്റ് മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. അത് നമുക്ക് ആൻസർ അവസാനം ചെയ്യുമ്പോൾ മാത്രമേ ആൻസർ കിട്ടുകയുള്ളൂ. അല്ലാതെ T2 എന്ന് പറയുന്നത് ആദ്യം തന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്, അത് ഫിഗറിൽ കണ്ടെന്ന് വെച്ചിട്ട്. കാരണം അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നു എന്ന് ഫിഗറിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും T2വിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മെക്കാനിസം കറക്റ്റ് ഡയമെൻഷനിൽ കോൺഫിഗറേഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ടോർക്കാണ് ആക്ട് ചെയ്യുന്നത്. T3 ഉണ്ട്, T4 ഉണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് T3 = 30 ന്യൂട്ടൺ മീറ്റർ ആൻഡ് T4 = 20 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. ദെൻ അറ്റ് എ ടൈം ഒരു ടോർക്ക് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലം രണ്ട് കേസായിട്ട് ഡിവൈഡ് ചെയ്യാണ്. കേസ് എ എന്ന് പറയുന്നത് കൺസിഡർ T3 നെഗ്ലക്ട് T4. T4 നെഗ്ലക്ട് ചെയ്യാണ്, T3 മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ ഈ ഒരു കേസ് എയിൽ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം സെക്കൻഡ് ലിങ്ക്, തേർഡ് ലിങ്ക് ആൻഡ് ഫോർത്ത് ലിങ്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണിത്. ദെൻ സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, T3 കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ T4 എന്ന് പറയുന്നത് നമ്മുടെ പിക്ചറിലില്ലേ. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഓരോ ലിങ്കിലും ആക്ട് ചെയ്യേണ്ട ഫോഴ്സസ്, നമ്പർ ഓഫ് ഫോഴ്സസ് ആൻഡ് നമ്പർ ഓഫ് ടോർക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ തേർഡ് ലിങ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തേർഡ് ലിങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇതിനകത്തൊരു ടോർക്ക് ഉണ്ടാവും. അതായത് ഇവിടെ രണ്ട് ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട്. സെക്കൻഡ് ലിങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, തേർഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോർക്കുണ്ട്. അതായത് ഇവിടെയും രണ്ട് ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട്. ഫോർത്ത് ലിങ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, തേർഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ ഈ T4 എന്ന് പറയുന്നത് നമ്മുടെ പിക്ചറിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ രണ്ട് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫോർത്ത് ലിങ്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, അതായത് T3 എന്ന് പറയുന്നതിന് ഈ ഒരു റൊട്ടേഷൻ ആണ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഇതിന് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫോർത്ത് ലിങ്കിൽ രണ്ട് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യേണ്ടത്. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ ലൈനിന് എലോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ഓക്കെ ദെൻ എലോങ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം, ഒന്ന് കംപ്രഷൻ വരാം അല്ലെങ്കിൽ ടെൻഷൻ വരാം. ക്ലിയർ? ദെൻ ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർത്ത് ലിങ്ക് എന്ന് പറയുന്നത് കംപ്രഷനിലായിരിക്കും. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് ഇവിടെ ഫസ്റ്റ് ലിങ്ക് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് F14. ദെൻ ദിസ് ഈസ് ഫോഴ്സ് ആക്റ്റഡ് ബൈ തേർഡ് ലിങ്ക് ഓൺ ദി ഫോർത്ത് ലിങ്ക്, ദാറ്റ് ഈസ് F34. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ശ്രദ്ധിക്കണം, ഈ ഒരു ലിങ്ക് കണക്ഷൻ വരുന്നത് സി എന്ന് പറയുന്ന പോയിന്റിലാണ്. സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റുമാണ് കണക്ഷൻ വരുന്നത്. ദാറ്റ് മീൻസ് F34 എന്ന് പറയുന്നത് തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണെങ്കിൽ ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇതിന് പാരലലായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതിന് പാരലലായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് F43 ഫോഴ്സ് ആക്റ്റഡ് ബൈ ഫോർത്ത് ലിങ്ക് ഓൺ ദി തേർഡ് ലിങ്ക്. ക്ലിയർ? ഇപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ ടു ഫോഴ്സസ് വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇവിടെ ആക്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം രണ്ട് ഫോഴ്സ് മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് പാരലലായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും.
ഞാൻ ഈ വരച്ചിട്ടുള്ള ലൈന് F43ക്ക് പാരലലാണ്. ഡയറക്ഷൻ ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ വരും. ദാറ്റ് ഈസ് F23. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. കാരണം ഈ രണ്ട് ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഉണ്ട്. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ T3 വരാൻ പാടുള്ളൂ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത് രണ്ടും ഒരേ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ തെറ്റാണെന്നുള്ളത്. ക്ലിയർ? ദെൻ ദിസ് ഈസ് ഫോഴ്സ് ആക്റ്റഡ് ബൈ സെക്കൻഡ് ലിങ്ക് ഓൺ തേർഡ് ലിങ്ക്. ദെൻ ഇതാണ് പോയിന്റ് ബി എന്ന് പറയുന്നത്. ആ പോയിന്റ് ബി സെക്കൻഡ് ലിങ്കിൽ പോയിന്റ് ബി ഇവിടെയാണ്. അതായത് ഈ രണ്ട് പോയിന്റുമാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ലിങ്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണെങ്കിൽ ഈ ലിങ്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതിന് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഈ വരച്ചിട്ടുള്ളത് ഇതിന് പാരലാണ്. ഡയറക്ഷൻ ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഡയറക്ഷൻ വരും. ക്ലിയർ? ദിസ് ഈസ് ഫോഴ്സ് ആക്റ്റഡ് ബൈ തേർഡ് ലിങ്ക് ഓൺ ദി സെക്കൻഡ് ലിങ്ക് F32. ദെൻ F12 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ ഇവിടെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഡയറക്ഷൻ വരുള്ളൂ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ നേരെ പാരലായിട്ട് ലൈന് വരയ്ക്കുകയാണ്. ദെൻ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഡയറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് F12. ഫോഴ്സ് ആക്റ്റഡ് ബൈ ഫസ്റ്റ് ലിങ്ക് ഓൺ തേർഡ് ലിങ്ക്. ഇനി ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെക്കൻഡ് ലിങ്കിന് ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. Therefore the applied torque will be opposite to that is counter clockwise ഡയറക്ഷനിലായിരിക്കും. ഇത് ഞാൻ T2A എന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ കേസ് 1 ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫോഴ്സ് വോളിയം വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഫോഴ്സ് അല്ല തന്നിട്ടുള്ളത്, ടോർക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ T3യുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. T3യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ F43യും F23യും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ T3യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സ് ഉണ്ടാക്കുന്ന കപ്പിളും ഈ T3യും സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് H3. ഈ H3 എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലിങ്കിന്റെ ലെങ്ത് ആയിരിക്കത്തില്ല. ലെങ്ത് ആവണമെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഇതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടുന്ന് ഞാൻ H3 മെഷർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് H3 ഈസ് ഈക്വൽ ടു 670 mm എന്നുള്ളതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.67 മീറ്റർ. ഓക്കെ, ഇവിടെ H3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ H3 എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലിങ്കിന്റെ ലെങ്ത് ആയിരിക്കത്തില്ല, പകരം ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ ഫോഴ്സ് ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയാൽ മാത്രമേ ഈ ലിങ്കിന്റെ ലെങ്ത്തും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും സെയിം ആവത്തുള്ളൂ. ബാക്കിയുള്ള ഒരു കേസിലും സെയിം ആയി വരത്തില്ല. ഓക്കെ, ദെൻ വി കൻ സേ ദാറ്റ് this T3 will be equal to ഈ T3 എന്ന് പറയുന്ന ടോർക്കും ഈ രണ്ട് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന കപ്പിളും ഈക്വൽ ആയാൽ മാത്രമേ ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ T3 എന്ന് പറയുന്നത് F23 ഇൻറ്റു H എന്ന് എഴുതാം, H3. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്ക് T3 ഈസ് ഈക്വൽ ടു F23 ഈസ് ഈക്വൽ ടു T3 ഡിവൈഡഡ് ബൈ H3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് T3 ഈസ് 30 Newton meter divided by H3 is 0.67 meter. ഓക്കെ, ഇവിടെ 30 Newton meter ആയതുകൊണ്ട് ഇവിടെ മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 44.8 Newton. ഓക്കെ, then this F23 will be equal to F32 will be equal to F12 എന്ന് നമുക്ക് എഴുതാം, which is equal to 44.8 Newton എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ ഈ T2A എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന കപ്പിളും ഈ T2Aയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കപ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അത് ഞാൻ H2A എന്ന് മെൻഷൻ ചെയ്യാണ്, കാരണം കേസ് A ആയതുകൊണ്ടാണ് H2A എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T2A ഈസ് ഈക്വൽ ടു F32 or F12 ഇൻറ്റു H2A എന്ന് മെഷർ ചെയ്യാം. എനിക്കിവിടെ H2A മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്
ജസ്റ്റ് 42 mm എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 0.042 മീറ്റർ. ദാറ്റ് ഈസ് F12 ഈസ് 44.8 ഇൻറ്റു 0.042 വിച്ച് ഈസ് ഈക്വൽ ടു 1.88 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ T3 ആൻഡ് നെഗ്ലെക്ട് T4. ആൻഡ് കേസ് ബി എന്ന് പറയുന്നത് കൺസിഡർ T4 ഓൺലി നെഗ്ലെക്ട് T3. ഇപ്പം നമ്മുടെ പിക്ചറിൽ T4 മാത്രമേ ഉള്ളൂ, T3 നമ്മൾ നെഗ്ലെക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ T4 എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇതാണ്, T4. ദിസ് ഈസ് സെക്കൻഡ് ലിങ്ക്, ദിസ് ഈസ് തേർഡ് ലിങ്ക് ആൻഡ് ദിസ് ഈസ് ഫോർത്ത് ലിങ്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ ലിങ്കിലും ആക്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്താണ്, ടോർക്ക് എന്താണെന്ന് നമ്മൾ നോക്കണം. ദെൻ ഓരോ ലിങ്കിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കുമ്പോൾ ഈ തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, സെക്കൻഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, ഫോർത്ത് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. T3 ഇപ്പോൾ നമ്മുടെ പിക്ചറിലില്ല. T4 നോക്കുകയാണെങ്കിൽ, ഫോർത്ത് ലിങ്ക് നോക്കുകയാണെങ്കിൽ തേർഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു T4 ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഒരു ടോർക്കുണ്ട്, ഇവിടെ രണ്ട് ഫോഴ്സ് ആണുള്ളത്, ഇവിടെ രണ്ട് ഫോഴ്സും നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോർക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തേർഡ് ലിങ്കിൽ നിന്നാണ്. തേർഡ് ലിങ്കിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും ഇങ്ങനെ തന്നെ ആക്ട് ചെയ്യണം, അതിൻ്റെ ലൈൻ അലോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ഈ ലൈൻ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം, കംപ്രഷൻ വരാം, ടെൻഷൻ വരാം. ഇനി അതിൽ ഏതാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ T4 എന്നതിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തേർഡ് ലിങ്ക് എന്ന് പറയുന്നത് കംപ്രഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കംപ്രഷനിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഇത് കണക്ട് ചെയ്യുന്നത്, ഈ എൻഡ് കണക്ട് ചെയ്യുന്ന സെക്കൻഡ് ലിങ്കുമായിട്ടാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് F23. ദിസ് ഈസ് F43, ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും തേർഡ് ലിങ്ക് സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ഫോഴ്സിനെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇനി തേർഡ് ലിങ്കും ഫോർത്ത് ലിങ്കും കണക്ഷൻ വരുന്നത് ഈ പോയിന്റിലാണ്, അതായത് ഈ പോയിന്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോഴ്സിന് ഓപ്പോസിറ്റ് മാർക്ക് ചെയ്യേണ്ടത്, ഒരിക്കലും ഇവിടുന്ന് നേരെ എടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇതിന് പാരലലായിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്, ഇതിന് പാരലലായിട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട്, ദാറ്റ് ഈസ് F3 തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഇവിടെ ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. ഈ ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ഇതിന് പാരലലായിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരും, ദാറ്റ് ഈസ് F14 എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്ത് ശരിയാണെന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാവും. കാരണം ഈ രണ്ട് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന കപ്പിൾ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നേരെ ഓപ്പോസിറ്റ് വന്നാൽ മാത്രമേ ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ക്ലിയർ? ഇനി സെക്കൻഡ് ലിങ്കും തേർഡ് ലിങ്കും കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണെങ്കിൽ തേർഡ് ലിങ്ക് സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് okay, the direction of force will be opposite to that, that is direction will be like this. Okay, this is F32, force acted by third link on second link. Here ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഫസ്റ്റ് ലിങ്ക് സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് F12. അത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതായത് ഇതിന് പാരലലായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഡയറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ദാറ്റ് ഈസ് F12. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ T2A വിൽ ബി ലൈക്ക് ദിസ്, T2B സെക്കൻഡ് കേസാണ്, T2B. ഓക്കെ, അപ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ ഇവിടെ T4ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം, അതായത് ഈ രണ്ട് ഫോഴ്സും ഉണ്ടാക്കുന്ന കപ്പിളും ഈ T4ഉം സെയിം ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ H4 എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞാൽ H4 ഞാൻ മെഷർ ചെയ്തു, എനിക്ക് കിട്ടിയിട്ടുള്ളത് 383 mm എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ F34 എന്ന് പറയുന്നതിന് F34 will be equal to T4 divided by H4 എന്ന് എഴുതാം. That is T4 is 20 divided by 0.383 meter. ഇത് mm-ലാണ്, മീറ്ററിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, which is equal to 52.2 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും.
Okay, then F34 will be equal to F43 will be equal to F23 will be equal to F32 will be equal to F12. That is F12 is equal to F32 is equal to 52.2 Newton എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, H2B എന്ന് നമുക്ക് നെയിം ചെയ്യാം. ഈ H2B ഞാൻ മെഷർ ചെയ്തു. H2B എനിക്ക് കിട്ടിയിട്ടുള്ളത് 274 mm ആണ്. 274 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ T2B will be equal to F12 into H2B which is equal to F12 എന്ന് പറയുന്നത് 52 Newton ആണ്. H2B equal to 274 mm, that is 0.274 meter എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ will be equal to 14.3 Newton meter counter clockwise direction എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് കേസിൽ നമ്മൾ മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ യൂസ് ചെയ്തിട്ട് കേസ് എയും നമ്മൾ ചെയ്തു, കേസ് ബിയും നമ്മൾ ചെയ്തു. നമുക്ക് രണ്ടിലും ആൻസർ കിട്ടി. ഇനി നമുക്ക് T2 ടോട്ടൽ ടോർക്ക് T2 നമുക്ക് കണ്ടുപിടിക്കാം. T2 നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ നമ്മൾ നോക്കണം. ഡയറക്ഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്, ദാറ്റ് മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. രണ്ടിൻ്റെയും ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ട് വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക ആൻഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് എഴുതുക. ഇനി രണ്ട് വാല്യൂവും ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും ആഡ് ചെയ്യുക, ഡയറക്ഷൻ വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇനി ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസും ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഈസ് ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ നമ്മൾ എടുക്കുക. ഹയർ വാല്യൂവിൻ്റെ ഡയറക്ഷൻ ഏതാണോ അത് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1.88 പ്ലസ് 14.3. ആൻസർ വിൽ ബി ഈക്വൽ ടു 16.18 ന്യൂട്ടൺ മീറ്റർ. ഡയറക്ഷൻ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അതായത് ഈ ഒരു മെക്കാനിസത്തിൽ T3യും T4ഉം ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ മെക്കാനിസം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് എന്ന് പറയുന്നത് 16.18 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഡയമെൻഷനിൽ നമ്മൾ ഇതിന് തിരിച്ച് വരച്ചിട്ട് തിരിച്ച് മെഷർ ചെയ്യുന്നത് കൊണ്ട് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവുള്ളൂ. ലാർജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി റോങ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. This is the second question we are going to discuss about by using the method of superposition. In this question, two forces are acting, F1 at an angle 60 degree with the horizontal and F2 which is horizontal, that is 25 Newton, and all dimensions of the mechanism is given in the figure itself. And in the bottom side of the figure we can see that the mm in bracket, that is all dimensions of the links are given in mm, that is the length of AD is 50 mm, length of AB is 20 mm. Okay, then we want to find out the input torque on the link AB for the static equilibrium of the mechanism. Okay, നമ്മൾ ചെയ്യേണ്ടത് ഈ കറക്റ്റ് മെക്കാനിസം കറക്റ്റ് കോൺഫിഗറേഷനിൽ കറക്റ്റ് ഡയമെൻഷനിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് AD എന്ന് പറയുന്ന ലിങ്ക് ഇത് ABCD. AD എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് തന്നിട്ടുള്ളത് 50 mm ആണ്. അങ്ങനെയുള്ള ഡയമെൻഷൻ 50, 20 എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 cm = 10 mm എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് F1 = 20 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, F2 = 25 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ കൺസിഡർ ചെയ്യണം. മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ഞാൻ F1 മാത്രം കൺസിഡർ ചെയ്യണം. അത് ഞാൻ കേസ് എ എന്നെടുക്കുകയാണ്. കേസ് എയിൽ F1 മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു, F2 നെഗ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതിയ പോലെ എക്സാമിനൊക്കെ എഴുതുമ്പോൾ കൺസിഡർ F1 ഓൺലി, നെഗ്ലക്ട് F2 എന്നൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഫിക്സഡ് ലിങ്ക്, ഫസ്റ്റ് ലിങ്ക്, ദെൻ സെക്കൻഡ് ലിങ്ക്, തേർഡ് ലിങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഈ BC ഇവിടെ ഈ ഒരു പോയിന്റ് ഇ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സോറി ഈ പോയിന്റാണ് ഇ, ദെൻ അടുത്തത് ഈ പോയിന്റ്,
ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ആണെങ്കിൽ എഫ്, അങ്ങനെ ഈ BCF എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ഇത് റിജിഡ് ലിങ്ക് ആണ്, ഇത് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിലാണ് ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ ഒരു ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് തേർഡ് ലിങ്ക് ആണ്, ഇത് ഫോർത്ത് ലിങ്ക് ആണ്. അപ്പോൾ ഫോർത്ത് ലിങ്കിൽ അപ്പോൾ ഇത് സെക്കൻഡ് ലിങ്ക്, ഇത് തേർഡ് ലിങ്ക്, ഇത് ഫോർത്ത് ലിങ്ക്. അപ്പോൾ ഇവിടെ ഫോർത്ത് ലിങ്കിൽ പോയിന്റ് ഇയിൽ ആക്ട് ചെയ്യുന്ന F1 = 60 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് മാത്രമാണ് ഉള്ളത്. ആ ഫോഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് F1. അപ്പോൾ ഈ F1 മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, തേർഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ എക്സ്റ്റേണൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പം 3 ഫോഴ്സസ് ഉണ്ട് ഇതിനകത്ത്. സെക്കൻഡ് ലിങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, തേർഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോർക്കുണ്ട്. തേർഡ് ലിങ്കിൽ F2 ഇപ്പോൾ നമ്മുടെ പിക്ചറിലില്ല. അപ്പോൾ ഇവിടെ ഫോർത്ത് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും സെക്കൻഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും, ഈ 2 ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 ഫോഴ്സ് മാത്രം ഉണ്ടാകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് തേർഡ് ലിങ്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തേർഡ് ലിങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ BC എന്ന് പറയുന്നത്, ഇത് BC, ഇതാണ് നമ്മുടെ തേർഡ് ലിങ്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് F ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ BC എന്ന് പറയുന്ന ലിങ്കിന് അലോങ് എന്ന് പറയുമ്പോൾ ഇതിന് കറക്റ്റ് ഈ BCക്ക് അലോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ഓക്കെ, ഡയറക്ഷൻ മേ ബി ടെൻഷൻ ആവാം, ദെൻ കംപ്രഷൻ ആവാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ ലിങ്ക് എന്ന് പറയുന്നത് കംപ്രഷനിലായിരിക്കും. ഓക്കെ, കംപ്രഷനിലാണെങ്കിൽ ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. ദിസ് ഈസ് F23, ദിസ് ഈസ് F32. ഓക്കെ, F23 ഇങ്ങനെയാണെങ്കിൽ F32 എന്ന് പറയുന്ന കണക്ഷൻ വരുന്നത് ഈ പോയിന്റ് ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇതിന് പാരലൽ ആയിട്ട് ഞാൻ ഫോഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഡയറക്ഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ദിസ് ഈസ് F32. ഓക്കെ, ദെൻ F32ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും F12. അതായത് ഫസ്റ്റ് ലിങ്ക് സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ദെൻ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ F12. ഓക്കെ, ദെൻ F12 എന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഈ 2 ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. സോ അപ്ലൈഡ് ടോർക്ക് ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ദാറ്റ്, ദാറ്റ് ഈസ് T2A ഷുഡ് ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ? ദെൻ ഇപ്പോൾ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി F32ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ F23ന്റെ ഡയറക്ഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഫോർത്ത് ലിങ്ക് സെക്കൻഡ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയും. സോറി, ഇത് F32 അല്ല, F43, ദാറ്റ് ഈസ് ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ട് ചെയ്യേണ്ടത് ആ ഫോഴ്സിന് നേരെ പാരലൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് F43 നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി എടുത്തത് ഇവിടെ F1, ഇവിടെ ഫസ്റ്റ് ലിങ്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. ഈ ഫസ്റ്റ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേറെ ടോർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ 3 ഫോഴ്സും കൺകറന്റ് ആയിരിക്കണം, ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യണം. അതായത് ഇത് രണ്ടിന്റെയും കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിലൂടെ ഇവിടുത്തെ ഫോഴ്സ് പാസ് ചെയ്യണം. അതായത് ഇതിന്റെ ആ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F14 എന്ന് പറയുന്നത്. അത് ഈ ഡയറക്ഷൻ ആവാം, അവിടുന്ന് ഇങ്ങോട്ടും ആവും. അത് നമുക്ക് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്ഷൻ എല്ലാം കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം. ഫോഴ്സ് പോളിഗൺ വരയ്ക്കേണ്ടത് ഈ ലിങ്കിലാണ്. കാരണം F1 = 20 ന്യൂട്ടൺ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിൽ കൺസിഡർ ചെയ്യണം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 1 സെന്റിമീറ്റർ = 10 ന്യൂട്ടൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. 1 സെന്റിമീറ്റർ = 50 ന്യൂട്ടൺ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്കെയിൽ അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് F1 എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം, അതുകൊണ്ട് F1 ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. F1 ഞാൻ കറക്റ്റ് ഡയമെൻഷനിൽ ഞാൻ F1 മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇതിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് F43 ആണ്. കാരണം ഇതിന്റെ ഡയറക്ഷൻ നമുക്കറിയുള്ളൂ. ഈ F43യുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇതിന് പാരലലായിട്ട് ഞാനൊരു ലൈന് നീട്ടി അങ്ങ് വരയ്ക്കുകയാണ്. നീട്ടി വരയ്ക്കാൻ കാരണം എനിക്കതിൻ്റെ ഡയറക്ഷനെ അറിയുള്ളൂ, മാഗ്നിറ്റ്യൂഡ് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി
അടുത്ത F14 മാർക്ക് ചെയ്യുമ്പോൾ ഇതിൽ എവിടെയോ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയില്ല. പക്ഷേ എൻഡ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിന്, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F14 പാരലലായിട്ട് ഈ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാൻ പറ്റും. ദെൻ ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് F43 എന്ന് പറയുന്നത്. സോറി, F43 അല്ല, സോറി, F34. തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ വരും. ദാറ്റ് ഈസ് F34. ഓക്കെ, ദെൻ ഇവിടുന്ന് ഈ ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ആയിരിക്കും F14 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം F14 ആക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. F34 എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. F34 വിൽ ബി ഈക്വൽ ടു 17.6 ന്യൂട്ടൺ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ 17.6 ന്യൂട്ടൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ F34 തന്നെയായിരിക്കും. ഈ F34 വിൽ ബി ഈക്വൽ ടു F43 ഈക്വൽ ടു F23 ഈക്വൽ ടു F32 ഈക്വൽ ടു F12 എന്ന് കിട്ടും. അതായത് ഈ ഫോഴ്സ് തന്നെയായിരിക്കും F32ഉം F12ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് T2A നമുക്ക് കണ്ടുപിടിക്കാം. T2A ഈസ് ഈക്വൽ ടു F12 ഇൻറ്റു H2A. H2A എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് H2A. H2A മെഷർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 14.9 mm. ദാറ്റ് ഈസ് 0.0149 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു F12 എന്ന് പറയുന്നത് 17.6ഉം H2A എന്ന് പറയുന്നത് 0.0149 മീറ്ററും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി ഈക്വൽ ടു 0.262 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുക. കേസ് ബി കൺസിഡർ ചെയ്യുമ്പോൾ F2 കൺസിഡർ ചെയ്യുക, F1 നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, F2 എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് F2 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, F1 ഇപ്പോൾ നമ്മുടെ പിക്ചറിൽ ഇല്ല. ഇത് സെക്കൻഡ് ലിങ്ക്, ഇത് തേർഡ് ലിങ്ക്, ഇത് ഫോർത്ത് ലിങ്ക്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് ലിങ്കിൽ ഇവിടെയും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോർക്ക് ഉണ്ട്, അതായത് 2 ഫോഴ്സസ് ആൻഡ് എ ടോർക്ക്. തേർഡ് ലിങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 3 ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദി തേർഡ് ലിങ്ക്. ഇനി ഫോർത്ത് ലിങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നതും ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. F1 നമ്മുടെ പിക്ചറിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് 2 ഫോഴ്സസ് ആണ് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർത്ത് ലിങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സ് ഉള്ളെങ്കിൽ ഇതിന് എലോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. അത് കംപ്രഷൻ ആവാം, ടെൻഷൻ ആവാം. കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ നോക്കുക. ഇവിടെ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സ് ഇങ്ങോട്ട് ഫോർത്ത് ലിങ്കിലോട്ട് ആക്ഷൻ വരുന്നത് ഈ ലൈനിന് എലോങ് ആയിട്ടാണ്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒരു എഫക്റ്റ് വരുന്നത്. അതായത് ഫോർത്ത് ലിങ്ക് എന്ന് പറയുന്നത് ടെൻഷനിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ലിങ്ക് ടെൻഷനിലാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ദിസ് ഈസ് F34, തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ദെൻ ദിസ് ഈസ് F14. ഓക്കെ, F34 ഇതാണെങ്കിൽ ദെൻ ഫോർത്ത് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഫോർത്ത് ലിങ്കും തേർഡ് ലിങ്കും കണക്ഷൻ വരുന്നത് ഈ പോയിന്റിലാണ്. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് നേരെ പാരലലായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് F43. ഓക്കെ, ദെൻ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F43, ഇത് F2. ദെൻ ഇവിടെ ഒരു F23 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. ദെൻ ആ ഫോഴ്സ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. 3 ഫോഴ്സും കൂടെ കൺകറന്റ് ആവണം. ദാറ്റ് ഈസ് ഇതിൻ്റെ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ പോയിന്റിലൂടെ ഇവിടെയുള്ള ഫോഴ്സ് പാസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F23 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ F23 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടും ആവാം, നേരെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും ആവാം. അത് നമുക്ക് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഫോഴ്സ് പോളിഗൺ നമുക്ക് ഇവിടെ വരയ്ക്കണമെങ്കിൽ F2ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 25 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം അറിയാം.
ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് F2 എന്ന് പറയുന്ന ഫോഴ്സാണ്. ഈ സ്കെയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇത് 2.5 സെൻറ്റിമീറ്റർ എടുക്കണം. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ആണെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്റർ എടുക്കണം. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്കെയിലിനനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഞാനിത് വരച്ചിട്ടുള്ളത് F2 ആണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് സ്കെയിൽ കൺസിഡർ ചെയ്തത് എന്നുള്ളത് നമ്മളിവിടെ എഴുതണം, എന്നാലേ നമുക്ക് തിരിച്ച് മെഷർ ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് F43 ഞാൻ വരയ്ക്കുകയാണ്. F43 വരയ്ക്കാൻ കാരണം ഇവിടെ 2 ഫോഴ്സ് ഉണ്ട്. F43 സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ F43 ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നീട്ടി അങ്ങ് വരയ്ക്കുകയാണ്, കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊരു പോയിന്റിൽ ഇത് അവസാനിക്കും. ആ പോയിന്റിൽ നിന്നാണ് F23 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അത് ഏത് പോയിന്റാണ് നമുക്കറിയില്ല. പക്ഷേ എൻഡ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമുക്കറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ ലൈന്, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F23ക്ക് പാരലായിട്ട് F2 എന്ന് പറയുന്ന ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ നമ്മൾ ഇവിടുന്ന് ഞാനൊരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യണ പോയിന്റ് എനിക്ക് കിട്ടും. ദിസ് ഫോഴ്സ് വിൽ ബി F43, then this force will be F23. Okay, this is the force polygon. സോ ഇവിടുന്ന് ഈ ഡയറക്ഷനിലായിരിക്കും F43 ആക്ട് ചെയ്യുന്നത്, ഇവിടുന്ന് ഈ ഡയറക്ഷനിലായിരിക്കും F23 ആക്ട് ചെയ്യുന്നത്. കാരണം ഇത് 3 ഫോഴ്സും കൂടെ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടണം. ക്ലിയർ? അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ F23യുടെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും F32 ഉണ്ടാവും. അപ്പോൾ ഇതിന് നേരെ പാരലായിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഒരിക്കലും ഈ ലൈന് പാരലൽ അല്ല, ഇവിടെ നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്, അതിന് പാരലായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരും. ഓക്കെ, ദിസ് ഈസ് F32. ക്ലിയർ? ഇനി അടുത്തത് ഇവിടെ F12 നമുക്ക് ഇതിന് നേരെ പാരലായിട്ട് വരച്ചാൽ മതി. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും F12. ഇനി ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്. അതുകൊണ്ട് ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ദ അപ്ലൈഡ് ടോർക്ക് വിൽ ബി ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് T2B എന്ന് ഞാൻ എഴുതാം. ഓക്കെ, ഇനി ഇത് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിന്ന് എനിക്ക് F23 എനിക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ F23 ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്നത് 33.2 ന്യൂട്ടൺ എന്നാണ്, which is equal to ഈ F23 will be equal to F32 will be equal to F12, F32 which is equal to F12 എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഈ F12 എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് H2B ഇതാണ്. ഓക്കെ, അപ്പോൾ H2B എന്ന് പറയുന്നത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 13.2 mm ആണ്, which is equal to 0.0132 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ T2B എന്ന് പറയുന്നത് T2B will be equal to, we can say that F12 into H2B. അതായത് F12 എന്ന് പറയുന്നത് 33.2, then H2B എന്ന് പറയുന്നത് 0.0132, which is equal to substitute ചെയ്ത് കഴിഞ്ഞാൽ 0.438 ന്യൂട്ടൺ മീറ്റർ. ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസിലും നമ്മൾ ചെയ്തു. 2 കേസിൽ ചെയ്ത സമയത്തും വാല്യൂ നമുക്ക് കിട്ടി. ഫസ്റ്റ് കേസിൽ T2A equal to 0.262 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സെക്കൻഡ് കേസിൽ ദ ആൻസർ ഈസ് 0.438 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് 2 കേസിലും നമുക്ക് ആൻസർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് T2 ടോട്ടൽ ടോർക്ക് T2 വി ക്യാൻ സേ ദാറ്റ് ഈ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ആൻസറും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യാം. That is 0.262 plus 0.438, which is equal to 0.7 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. രണ്ടും ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആൻസർ വിൽ ബി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ഒരു മെക്കാനിസം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സെക്കൻഡ് ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട AB എന്ന് പറയുന്ന ലിങ്കിൽ ആക്ട് ചെയ്യേണ്ട ടോർക്ക് എന്ന് പറയുന്നത് 0.7 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇവിടെ ഗ്രാഫിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മൾ തിരിച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് സ്കെയിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. സ്കെയിൽ H മെഷർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട സ്കെയിൽ നമ്മൾ ഈ കോൺഫിഗറേഷൻ വരയ്ക്കേണ്ട സ്കെയിലാണ്. ദെൻ ഫോഴ്സ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോൾ നമ്മളൊരു സ്കെയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും, അതേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ. അപ്പോൾ സ്കെയിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ വേരിയേഷനൊക്കെ ആൻസറിൽ ഉണ്ടാവാം. അത് ചെറിയ വേരിയേഷനൊന്നും പ്രശ്നമല്ല. നമ്മൾ വരയ്ക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ലാർജ് വേരിയേഷൻ ഉണ്ടാവും, അത് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മാർക്ക് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. അതുപോലെ സ്കെയിലിൻ്റെ കൺവേർഷനും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പോർഷൻ പഠിക്കുക. അപ്പോൾ ഈ 3 നമ്മളിപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു, ദെൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ചെയ്തു, ദെൻ മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ ചെയ്തു. അപ്പോൾ ഇതിൽ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അതെല്ലാം സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ പ്രോബ്ലംസും ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ലെവലിലോട്ട് എത്തുക എല്ലാവരും. ഓക്കെ. ആൻഡ് നമ്മുടെ ചാനൽ സ്റ്റഡി മെക്കാനിക്കൽ വിത്ത് പാഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.